കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടതുപക്ഷത്തിന്റെ വാദം പൊളിയുന്നു. അന്വേഷണം ഇടത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തിയതോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതേസമയം മാധ്യമ നുണപ്രചാരണങ്ങൾക്കെതിരെ എന്ന പേരിൽ സംഭവത്തിൽ വിശദീകരണ യോഗം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് DYFI. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ഈ CPM കോട്ടകൾ എങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, നമുക്കറിയാം 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഈ കാഫിർ വിവാദ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ തുടക്കത്തിൽ തന്നെ വടകര ഇലക്ഷൻ സമയത്താണ് ഏറ്റവും അധികം ഈ വിവാദം കത്തി നിന്നിരുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് നേതാവായിരുന്ന മുഹമ്മദ് കാസിം ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാഫിറാണ് എന്നുള്ള തരത്തിൽ ഉള്ളടക്കത്തോടു കൂടിയ ഒരു പോസ്റ്റർ പ്രചരിപ്പിച്ചു എന്നായിരുന്നു ഇടതുപക്ഷം തുടക്കത്തിൽ തന്നെ ആരോപിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പരാതിയുടെ പുറത്ത് ഈ മുഹമ്മദ് കാസിമിന്റെ യൂത്ത് ലീഗ് നേതാവായ മുഹമ്മദ് കാസിമിന്റെ പേരിൽ പരാതി എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് ഈ കാസിം തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കുകയും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാളുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം കോടതിയിൽ പോവുകയും തുടർന്ന് കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കോടതിയിൽ പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇടത് പ്രൊഫൈലുകളിലേക്ക്, ഇതിന്റെ ഉറവിടം ഇടത് പ്രൊഫൈലിലേക്ക് അടക്കം ഉണ്ട് എന്നുള്ള ചില സൂചനകൾ നൽകിയത്. പ്രത്യേകിച്ച് ഈ പോരാളി ഷാജി അടങ്ങുന്ന, അമ്പാടിമുക്ക് സഖാക്കൾ അടങ്ങുന്ന, റെഡ് എൻകൗണ്ടർ അടങ്ങുന്ന, റെഡ് ബറ്റാലിയൻ അടങ്ങുന്ന ഈ 4 ഗ്രൂപ്പുകളിൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ പുറത്ത് തന്നെ ഇതോടുകൂടി വീണ്ടും CPM പ്രതിരോധത്തിലാവുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഈ പോസ്റ്റ് ഇട്ട റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ DYFIയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇടതുപക്ഷം ഏതാണ്ട് പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥ 2 ദിവസം മുമ്പുണ്ടായി. എന്നാൽ ഇയാൾ ഇത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ പോസ്റ്റ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ പോലീസ് ഈ റിബേഷ് രാമകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുകയും തുടർന്ന് ഫോറൻസിക് പരിശോധന അയക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മാത്രമല്ല, ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഇടത് അനുകൂല ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ അഡ്മിനായിട്ടുള്ള വഹാബിന്റെ മൊബൈൽ ഫോണും ഇത്തരത്തിൽ പോലീസ് പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ഈ ഇടതുപക്ഷത്തിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. പക്ഷേ ഇത്തരത്തിൽ ഈ അത്ര ഇടത് അനുകൂല ആളുകൾക്ക് ഒരു രക്ഷാകവചം ഒരുക്കുന്ന കാഴ്ചയും പിന്നീട് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് പറഞ്ഞത് ഇത്തരത്തിൽ CPMന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പങ്കുമില്ല, പോരാളി ഷാജിമാരല്ല ഇടതുപക്ഷ CPMന്റെ വക്താക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ പോസ്റ്റ് മുൻപ് ഷെയർ ചെയ്ത മുൻ MLA KK ലതിക അടക്കമുള്ളവരെ ന്യായീകരിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ എത്തിയത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോസ്റ്റ് KK ലതിക ഷെയർ ചെയ്തത് അത് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ഇത് എത്രത്തോളം അപകടത്തിലേക്കാണ് നാട് പോകുന്നത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ നാട്ടുകാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് KK ലതിക ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ന്യായമായിട്ടാണ് MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. പക്ഷേ UDF ക്യാമ്പ് ശക്തമായി തന്നെ ഇതിനെ എതിർത്തിരുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഈ MV ഗോവിന്ദനെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ CPM വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മാപ്പ് പറയാൻ തയ്യാറാവണമെന്നുള്ള ആവശ്യങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പോലീസ് ഈ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം ഇനിയും നടത്തിയിട്ടില്ല, അതിന് പോലീസ് തയ്യാറാവണം. പോലീസിന് കൃത്യമായി അറിയാം ഇതിന് പിന്നിൽ ആരാണെന്ന്, പക്ഷേ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. പോലീസ് ചട്ടുകമായി പ്രവർത്തിക്കുന്നു, CPMന്റെ ഇടതുപക്ഷത്തിന് ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. ഇതോടുകൂടി തന്നെ വിശദീകരണങ്ങളുടെ ഒരു 3ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഇടത് വലത് ക്യാമ്പുകൾ പരസ്പരം ചെളിവാറിയിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. വിശദീകരണ യോഗങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച കണ്ടാണ്. സാധാരണഘട്ടത്തിൽ ഈ ഇലക്ഷന് ശേഷം ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം കെട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ, പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഇലക്ഷന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗങ്ങൾ ഇരു പാർട്ടികളും നടത്തിയിരുന്നു. ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ തന്നെ തങ്ങളല്ല ഇത് പ്രചരിപ്പിച്ചതെന്നുള്ള ഒരു കാര്യം വീട് വീടാന്തരം കയറിയും നാട് നാടാന്തരത്തിലും അത്തരത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അവസാനം 3ാം ഘട്ട വിശദീകരണ യോഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ മാധ്യമ നുണപ്രചരണങ്ങൾക്കെതിരെ എന്ന പേരിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. മാത്രമല്ല, ഇപ്പോൾ ആനന്ദ് പറഞ്ഞതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഈ പാർട്ടി പേരുകൾ വന്ന സൈബർ ഗ്രൂപ്പുകളിലെ വ്യാജ പ്രചരണങ്ങൾക്ക് പാർട്ടി ഉത്തരവാദികളല്ല, വ്യക്തികൾ പറയുന്നില്ല, സെക്രട്ടറി പറയുന്നതാണ് ശരിയെന്നൊക്കെ. എന്തായാലും പ്രതിരോധം ഇങ്ങനെ തീർക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാലോ DYFI നേതാവ് പാറക്കൽ അബ്ദുൾ, മുസ്ലിം ലീഗ് നേതാവിനെതിരെ DYFI നേതാവ് റിബേഷ് ഒരു വക്കീൽ നോട്ടീസ് കൂടി അയച്ചിട്ടുണ്ടല്ലോ അല്ലേ, തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്നാരോപിച്ച്. അങ്ങനെ നിയമപരമായ നടപടികളിലേക്ക് കൂടി DYFI ഒരുപക്ഷേ പ്രതിരോധത്തിന് ഭാഗമായി നീങ്ങുന്നു എന്നുള്ളത്.
തീർച്ചയായും ലക്ഷ്മി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് മുൻ MLA-യും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. അതായത് നേരത്തെ പറഞ്ഞ ഈ റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്ന DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെതിരെയാണ് അത്തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. ഈ പറയുന്ന പോലെ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു ഉള്ളടക്കമാണ് ആ പോസ്റ്റിലുള്ളത്. ഇതിനെ തുടർന്നാണ് ഈ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഈ പാറക്കൽ അബ്ദുൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നത്. അതായത് തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നു, വർഗീയവാദിയാണെന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഈ ലീഗിന്റെ മുൻ MLA ശ്രമം നടത്തുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. ഈ വക്കീൽ നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം പരസ്യമായി മാപ്പ് പറയണം എന്നാണ് ഈ പ്രധാനപ്പെട്ട ഇയാളുടെ ആവശ്യം. അഥവാ അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് റിബേഷ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിൽ വ്യക്തികളല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിന്റെ ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. അത് വളരെ കൗതുകരമായിട്ട് കാര്യമാണ്. കാരണം വ്യക്തികളാണ് പാർട്ടി എന്നുള്ളതാണ് പൊതുവെ അത്തരത്തിൽ പൊതുജനങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളല്ല, പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളല്ലെങ്കിൽ പിന്നെ ആരാണ് പാർട്ടി എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദീകരണ യോഗങ്ങളിലേക്ക് DYFI കടക്കുന്നു, CPM കടക്കേണ്ടി വരുന്നു. ഈ UDF ക്യാമ്പ് പ്രതിഷേധം ശക്തമാക്കുന്നു, പ്രതിരോധം ശക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ UDF-ന്റെ ഉന്നതതല യോഗങ്ങളടക്കം ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ ഇപ്പോഴും ഈ ഇടത് വലത് ക്യാമ്പുകൾ പരസ്പരം ഇപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഉറവിടം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇടത് ഗ്രൂപ്പുകളിലേക്ക് ഈ ഒരു പോസ്റ്റർ പ്രചരണം നടത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇനി ഈ റിബേഷ് രാമകൃഷ്ണൻ എവിടെ നിന്നാണ് ഈ പോസ്റ്റർ കിട്ടിയത് എന്ന് നമ്മൾ അറിയാൻ കാത്തിരിക്കേണ്ടി വരും. അദ്ദേഹം അത് പറയാൻ തയ്യാറായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ അതിന്റെ ഫലം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോഴാണ് കൃത്യമായി എവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് തീർച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ലക്ഷ്മി.